ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് ഇന്നലെ കുറച്ച് നാവൽപ്പഴം കിട്ടിയിട്ടോ. അതിങ്ങനെ കഴിക്കുമ്പോഴേ അതിനകത്ത് മധുരമൊന്നും തോന്നിയില്ല. അപ്പം ഞാൻ മോളോട് പറഞ്ഞ്, എന്നാൽ നമുക്കൊന്ന് ജാം ഉണ്ടാക്കി നോക്കിയാലോ, എങ്ങനെ ഉണ്ടാവും നാവൽപ്പഴം കൊണ്ട് ജാം ഉണ്ടാക്കിയാലെന്ന്. അതിനായിട്ട് നാവൽപ്പഴങ്ങളെല്ലാം കുരു കളഞ്ഞ് മിക്സിയിൽ ഇട്ടൊന്ന് അരച്ച് വയ്ക്കുക. എന്നിട്ട് ചട്ടി ചൂടാക്കിയതിന് ശേഷം അരച്ച് വെച്ച നാവൽപ്പഴം ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും പഞ്ചസാര 1/2 കപ്പും ചേർക്കുക. പഞ്ചസാരയും വെള്ളവും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു കുറുക്ക് പരുവമാവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറുക്ക് രൂപത്തിലായതിനു ശേഷം ഒരു ലെമണിൻ്റെ 1/2 പോർഷൻ പിഴിഞ്ഞ് ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് അത് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. തണുത്താൽ മാത്രമേ അത് ജാമിൻ്റെ ടെക്സ്ചറിൽ ആവുള്ളൂ. അത് തണുക്കാനൊന്നും ഒഴിവില്ലാതെ തന്നെ ലച്ചു വന്നാണ്ട് അമ്മേ ഞാൻ ടേസ്റ്റ് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ്ട് ടേസ്റ്റൊക്കെ നോക്കി സൂപ്പറാണ് അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ടോ. എന്നിട്ട് അത് ഞങ്ങൾ ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ട് അത് ഒരു ബ്രെഡിൽ സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ട് ലച്ചു കഴിച്ചിട്ടോ. സൂപ്പറാണെന്ന് പറഞ്ഞു. ഒരു ലാവണ്ടർ കളർ ടൈപ്പിലാണ് കേട്ടോ ഞങ്ങൾക്ക് ജാം കിട്ടിയത്. അത് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു, അതേപോലെ ടേസ്റ്റും ജാമിന് അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.